ഹായ് ഓൾ. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് SCERT പാഠഭാഗങ്ങളിൽ പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് കോഴ്സുകൾ നോക്കാം. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ, ചട്ടമ്പി സ്വാമികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് അയ്യങ്കാളി. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ, ചട്ടമ്പി സ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം, വൈകുണ്ഠസ്വാമികൾ. SCERT പാഠപുസ്തകത്തിലെ നവകേരള സൃഷ്ടിക്ക എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന സന്ദേശങ്ങൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഗുരുവിന്റെ പ്രധാന സന്ദേശമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയമാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് പറഞ്ഞത് ഗുരുവാണ്. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ല. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനം വനിതകൾ. അക്കാമ ചെറിയാൻ. 1909 ഫെബ്രുവരി 14 തൊമ്മൻ ചെറിയാന്റെയും അന്നമ്മയുടെയും മകളായി അക്കാമ ചെറിയാൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളിയാണ്. അക്കാമ ചെറിയാൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളി. 1909 ഫെബ്രുവരി 14 തൊമ്മൻ ചെറിയാന്റെയും അന്നമ്മയുടെയും മകളായി അക്കാമ ചെറിയാൻ ജനിച്ചു. 1948 കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമായി. 1948 കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത് അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമായി. വെള്ളയമ്പലത്ത് രാജ്ഭവൻ അരികിൽ അക്കാമ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നു. വെള്ളയമ്പലത്ത് രാജ്ഭവന്റെ അരികിലാണ് അക്കാമ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 1938 രാജധാനി മാർച്ച് നയിച്ച വനിതയാണ് അക്കാമ ചെറിയാൻ. 1938 രാജധാനി മാർച്ച് നയിച്ച വനിതയാണ് അക്കാമ ചെറിയാൻ. 1938 രാജധാനി മാർച്ച്, 1948 കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത് അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമായി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആരംഭിച്ച ഉത്തരവാദ ഭരണത്തിന്റെ 12ാമത് ഡിക്റ്റേറ്റർ അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആരംഭിച്ച ഉത്തരവാദ ഭരണത്തിന്റെ 12ാമത് ഡിക്റ്റേറ്റർ അക്കാമ ചെറിയാൻ. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന് നിവേദനം സമർപ്പിക്കാൻ എത്തിയ ജാഥയെ പട്ടാള മേധാവി തടഞ്ഞപ്പോൾ അക്കാമ ചെറിയാൻ പറഞ്ഞ വാക്കുകളാണ്: വെടിവെക്കാനാണ് ഭാവമെങ്കിൽ ആദ്യം എൻ്റെ നെഞ്ചിൽ തന്നെ നിറയൊഴിക്കുക. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന് നിവേദനം സമർപ്പിക്കാൻ എത്തിയ ജാഥയെ പട്ടാള മേധാവി തടഞ്ഞപ്പോൾ അക്കാമ ചെറിയാൻ പറഞ്ഞ വാക്കുകളാണ്: വെടിവെക്കാനാണ് ഭാവമെങ്കിൽ ആദ്യം എൻ്റെ നെഞ്ചിൽ തന്നെ നിറയൊഴിക്കുക. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ 1ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ദേശസേവിക സംഘത്തിന്റെ കമാൻഡറായി പങ്കെടുത്തതിന് അക്കാമ ചെറിയാനോടൊപ്പം അറസ്റ്റ് വരിച്ച വനിതാ നേതാവാണ് റോസമ്മ പുന്നൂസ്. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ 1ാം കാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ദേശസേവിക സംഘത്തിൽ കമാൻഡറായി പങ്കെടുത്തതിന് അറസ്റ്റ് വരിച്ച വനിതാ നേതാക്കളാണ് അക്കാമ ചെറിയാനും റോസമ്മ പുന്നൂസും. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ സമയത്ത് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായിരിക്കെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വനിതാ നേതാവാണ് അക്കാമ ചെറിയാൻ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ സമയത്ത് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായിരിക്കെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച നേതാവും അക്കാമ ചെറിയാൻ തന്നെ.
സ്വാതന്ത്ര്യ സമര സേനാനിയായ വി വർക്കിയുടെ ഭാര്യയും 1972 ഇന്ത്യ ഗവൺമെന്റിൽ നിന്നും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള താമപത്രം സ്വീകരിക്കുകയും ചെയ്ത വനിതയാണ് അക്കാമ ചെറിയാൻ. സ്വാതന്ത്ര്യ സമര സേനാനിയായ വി വർക്കിയുടെ ഭാര്യയും 1972 ഇന്ത്യ ഗവൺമെന്റിൽ നിന്നും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള താമപത്രം സ്വീകരിക്കുകയും ചെയ്ത വനിതയാണ് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. 1114 കഥ എന്ന പുസ്തകം രചിച്ചത് അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂറിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. അക്കാമ ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം. തിരുവിതാംകൂറിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അക്കാമ ചെറിയാനാണ്. അന്ന ചാണ്ടി തിരുവിതാംകൂറിലെ ആദ്യ വനിതാ നിയമ ബിരുദകാരിയും ആദ്യ വനിതാ ന്യായാധിപയുമായിരുന്നു അന്ന ചാണ്ടി. തിരുവിതാംകൂറിലെ തന്നെ ആദ്യ വനിതാ നിയമ ബിരുദധാരിയും ആദ്യ വനിതാ ന്യായാധിപയുമായിരുന്നു അന്ന ചാണ്ടി. 1931 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗവും പിന്നീട് 1937 മുൻസിഫ് പദവിയിൽ നിയമിതയുമായ വനിതാ ജേതാവാണ് അന്ന ചാണ്ടി. 1931 തിരുവിതാംകൂർ നിയമ നിർമ്മാണ സഭയിലെ അംഗവും 37 മുൻസിഫ് പദവിയിൽ നിയമിതയുമായ വനിതാ നേതാവാണ് അന്ന ചാണ്ടി. ഇന്ത്യയിൽ ജില്ലാ ജഡ്ജി എന്ന പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് അന്ന ചാണ്ടി. ഇന്ത്യയിൽ ജില്ലാ ജഡ്ജി എന്ന പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് അന്ന ചാണ്ടി. 1959 കേരള ഹൈക്കോടതി ജഡ്ജി ആയതോടെ ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജി എന്ന പദവിയിലെത്തുന്ന ആദ്യ വനിതയും അന്ന ചാണ്ടി തന്നെ. ഇന്ത്യയിലെ ജില്ലാ ജഡ്ജിയും 1959 കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ആയതോടെ ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജി എന്ന പദവിയിലെത്തുന്ന ആദ്യ വനിതയും അന്ന ചാണ്ടി തന്നെ. സ്ത്രീകളുടെ അവകാശത്തിനായി അന്ന ചാണ്ടി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ശാരദ. സ്ത്രീകളുടെ അവകാശത്തിനായി അന്ന ചാണ്ടി ആരംഭിച്ച പ്രസിദ്ധീകരണം ശാരദ. അന്ന ചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയത് അന്ന ചാണ്ടിയാണ്. അന്ന ചാണ്ടി ഇന്ത്യൻ ലോ കമ്മീഷനിലെ അംഗമായിരുന്ന വർഷം 1967 അന്ന ചാണ്ടി ഇന്ത്യൻ ലോ കമ്മീഷനിലെ അംഗമായ വർഷമാണ് 1967. KP കറുപ്പൻ അല്ലെങ്കിൽ കണ്ടത്തുപറമ്പിൽ പപ്പുക്കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന് കറുപ്പൻ എന്ന പേര് നൽകിയത് കുടുംബ സുഹൃത്തായ ഒരു തമിഴ് ഗോസായിയാണ്. കറുപ്പന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരുവാണ് അഴീക്കൽ വേലുവൈദ്യൻ. പണ്ഡിറ്റ് KP കറുപ്പന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരുവാണ് അഴീക്കൽ വേലുവൈദ്യൻ. പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പിള്ളി കൃഷ്ണനാശാനാണ്. KP കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പിള്ളി കൃഷ്ണനാശാൻ. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷമാണ് 1925. KP കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അംഗമായ വർഷമാണ് 1925. അധസ്ഥിതരുടെ ക്ഷേമത്തിനായി രൂപം നൽകിയ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊട്ടക്ടറായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അധസ്ഥിതരുടെ ക്ഷേമത്തിനായി രൂപം നൽകിയ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊട്ടക്ടറായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. സമുദായ നവീകരണത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ അറിയപ്പെടുന്നത് സഭകൾ എന്നാണ്. സമുദായ നവീകരണത്തിനായി KP കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ അറിയപ്പെടുന്നത് സഭകൾ എന്ന പേരിലാണ്. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് കല്യാണദായിനി സഭ. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് കല്യാണദായിനി സഭ. 1912 കല്യാണദായിനി സഭയാണ് KP പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ. പുലയ സമുദായത്തിലെ അഭിവൃദ്ധിക്കു വേണ്ടി KP വള്ളോനുമായി ചേർന്ന് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയാണ് കൊച്ചിൻ പുലയ മഹാസഭ. 1913 കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് KP കറുപ്പനാണ്. പുലയ സമുദായത്തിലെ അഭിവൃദ്ധിക്കു വേണ്ടി KP വള്ളോനുമായി ചേർന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷം 1913 ഫെബ്രുവരി 14. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ
കായൽ സമ്മേളനം നടന്നത് 1913 ഫെബ്രുവരി 14. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവ് സുഗതകുമാരിയാണ്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവ് സുഗതകുമാരി. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് കല്യാണദായിനി സഭ 1912. കൊച്ചിൻ പുലയ മഹാസഭ 1913 സ്ഥാപിക്കുന്നു. 1913 ഫെബ്രുവരി 14 പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടക്കുന്നത്. ലങ്കാമർദ്ദനം രചിച്ചിരിക്കുന്ന വൃത്തമാണ് ശാർദൂല വിക്രീഡിതം. ലങ്കാമർദ്ദനം രചിച്ചിരിക്കുന്ന വൃത്തമാണ് ശാർദൂല വിക്രീഡിതം. പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യ കവിതയാണ് സ്തോത്രമന്ദാരം. പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യ കവിത സ്തോത്രമന്ദാരം. 1919 കൊച്ചി മഹാരാജാവിനെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ച നാടകകൃതിയാണ് ബാലകലേശം. 1919 കൊച്ചി മഹാരാജാവിന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് രചിച്ച കൃതിയാണ് ബാലകലേശം. ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രൂസ്. ബംഗബന്ധു പണ്ഡിറ്റ് കറുപ്പന്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ് ഉദ്യാന വിരുന്ന്. പണ്ഡിറ്റ് കറുപ്പന്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിത ഉദ്യാന വിരുന്ന്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് പനങ്ങാടാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം രചിച്ചത് വിദ്യാനന്ദനാണ്. പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം വിദ്യാനന്ദന്റേതും പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന പുസ്തകം രചിച്ചത് തങ്കപ്പൻ പൂയപ്പിള്ളിയാണ്. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന പുസ്തകം രചിച്ചത് തങ്കപ്പൻ പൂയപ്പിള്ളി. ശ്രീരാമകൃഷ്ണ മിഷൻ കേരള ഘടക സജീവ പ്രവർത്തകൻ ആഗമാനന്ദ സ്വാമികളായിരുന്നു. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടക സജീവ പ്രവർത്തകൻ ആഗമാനന്ദ സ്വാമികൾ. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികൾ. കേരള വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആഗമാനന്ദ സ്വാമികൾ. കൃഷ്ണൻ നമ്പ്യാതിരി ആഗമാനന്ദ സ്വാമികൾ. ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസ്. ദീനബന്ധു CF ആൻഡ്രൂസ്. ദേശബന്ധു CR ദാസ്. ദീനബന്ധു CF ആൻഡ്രൂസ്. ബംഗബന്ധു ഷെയ്ഖ് മുജീബുൽ റഹ്മാൻ. ബംഗബന്ധു ഷെയ്ഖ് മുജീബുൽ റഹ്മാൻ. മലബാറിലെ ദീനബന്ധു എന്നറിയപ്പെടുന്ന വനിതയാണ് ഗ്രേസി ആരോൺ. മലബാറിലെ ദീനബന്ധു എന്നറിയപ്പെടുന്ന വനിത ഗ്രേസി ആരോൺ. CMC സഭയുടെ സ്ഥാപകനാണ് ചാവറ കുര്യാക്കോസ്. CMC സഭയുടെ സ്ഥാപകൻ ചാവറ കുര്യാക്കോസ്. 1866 CMC സഭ സ്ഥാപിതമാകുന്നത്. CMI സഭ 1831. CMC 1866. CMI 1831. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറയച്ചനാണ്. കേരള സാക്ഷരതയുടെ പിതാവ് ചാവറയച്ചൻ. വാഴത്തട വിപ്ലവം ചാവറയച്ചൻ്റെതാണ്. വാഴത്തട വിപ്ലവം ചാവറയച്ചൻ. പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രധാന കൃതികളാണ് തിരുനാൾ കുമ്മി, ജാതിക്കുമ്മി. പണ്ഡിറ്റ് KP കറുപ്പന്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ് തിരുനാൾ കുമ്മി, ജാതിക്കുമ്മി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ഗ്രന്ഥങ്ങളാണ് ആനന്ദക്കുമ്മി, ജ്ഞാനക്കുമ്മി. ബ്രഹ്മാനന്ദ ശിവയോഗി, ആനന്ദക്കുമ്മി, ജ്ഞാനക്കുമ്മി. മയ്യഴി ജനകീയ സമരം IK കുമാരൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മയ്യഴി ജനകീയ സമരം IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്ററാണ്. മയ്യഴി ജനകീയ സമരം നടന്നത് 1948. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ജനകീയ സമരം IK കുമാരൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ആദ്യ സംഘടിത കർഷക തൊഴിലാളി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. കേരളത്തിലെ ആദ്യ സംഘടിത കർഷക തൊഴിലാളി സമരം നയിച്ചത് അയ്യങ്കാളി. 1904 സമരം. ഊരൂട്ടമ്പലം ലഹള നടന്നത് 1915. 1915 ഊരൂട്ടമ്പലം ലഹള നടന്നത്. പുലയ ലഹള എന്നറിയപ്പെടുന്നത് ഊരൂട്ടമ്പലം ലഹളയാണ്. പഞ്ചമി എന്ന പെൺകുട്ടിയുടെ വിദ്യാലയ പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് ഈ ലഹള. 90-ാം ആണ്ട് ലഹളയും ഊരൂട്ടമ്പലം ലഹളയും അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.